പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹയർ സെക്കൻഡറി 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസുകൾ വിക്ടേഴ്സ് ചാനൽ വഴി ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ എല്ലാ വിദ്യാർത്ഥികളും കാണുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് 2 പുസ്തകങ്ങളാണ്. ഒന്ന്, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. രണ്ടാമത്തെ പുസ്തകം കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. ഇതിൽ ആദ്യത്തെ പുസ്തകമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ള പുസ്തകത്തിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളും കൂടി ഇതിന്റെ ഭാഗമായി നിങ്ങൾ നിർവഹിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ വർഷം നമുക്ക് 2 പുസ്തകങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ. ഒന്നാമത്തെ പുസ്തകം പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വളരെ സമഗ്രമായിട്ട് തന്നെ ഈ പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നു. 1947 മുതൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം വരെയുള്ള ഭാഗങ്ങളാണ്. ഇത്രയും വർഷത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വ്യത്യസ്ത ചാപ്റ്ററുകളിലായിട്ട് ഈ പുസ്തകത്തിനകത്ത് വിശദമാക്കുന്നുണ്ട്. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളാണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പരാമർശിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകം കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് ആണ്, സമകാലിക ലോകരാഷ്ട്രീയം. സമകാലിക ലോകരാഷ്ട്രീയം എന്നുള്ള ഈ പുസ്തകവും നമുക്ക് 1945 ശേഷമുള്ള ഇന്ന് വരെയുള്ള ലോകത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. 1945 തുടങ്ങി സമകാലിക ലോകത്തെ സംഭവവികാസങ്ങളിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 45 പ്രത്യേകത നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. 1945 ലോകരാഷ്ട്രീയത്തിൽ, ലോകചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം 1945. ൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ലോകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ തുടങ്ങുന്ന ഒരു പുസ്തകമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകം ശീതയുദ്ധ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോൾഡ് വാർ പീരീഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ശീതയുദ്ധ കാലഘട്ടം. അതായത് ലോകത്ത് 2 പ്രബല ശക്തികൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അധികാരം, രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ അധികാരങ്ങൾക്ക് വേണ്ടി ലോകത്തെ 2 പ്രബല ശക്തികൾ മത്സരിക്കുന്ന കാലഘട്ടം. ഒരു ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത ശക്തിയായിട്ടുള്ള അമേരിക്കയും മറ്റൊരു ഭാഗത്ത്
സോഷ്യലിസ്റ്റ് ശക്തിയായിട്ടുള്ള USSR. അങ്ങനെ ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഒരു മത്സരം. ഇതാണ് കോൾഡ് വാർ പീരീഡ്സ്, ശീതസമര കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് 90കളുടെ ആരംഭം വരെ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ തുടങ്ങി ലോകത്തുണ്ടായിട്ടുള്ള പലതരം സംഭവവികാസങ്ങളാണ് രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ +2 പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 2 പുസ്തകങ്ങളാണ്. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകമാണ്. പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന ഒന്നാമത്തെ പുസ്തകത്തിനകത്ത് നമുക്ക് 9 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ള നമ്മുടെ ഒന്നാമത്തെ പുസ്തകം, അതിനകത്ത് 9 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്റർ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. രണ്ടാമത്തെ ചാപ്റ്റർ ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ്, ഏകകക്ഷി മേധാവിത്വ ഘട്ടം. മൂന്നാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം. നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. അഞ്ചാമത്തെ ചാപ്റ്റർ ചാലഞ്ചസ് ടു ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം, കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്നുള്ള ചാപ്റ്റർ. ആറാമത്തെ ചാപ്റ്റർ ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി. ഏഴാമത്തെ ചാപ്റ്റർ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്, ജനകീയ പ്രസ്ഥാനങ്ങൾ. എട്ടാമത്തെ ചാപ്റ്റർ റീജിയണൽ ആസ്പിറേഷൻ, പ്രാദേശിക ഉൾക്കർഷേച്ഛകൾ. ഒമ്പതാമത്തെ അവസാനത്തെ ചാപ്റ്റർ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക വികാസങ്ങൾ. ഇങ്ങനെ 9 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഇതിൽ 9 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്റർ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളി. ഈ ചാപ്റ്ററിനകത്ത് സ്വാതന്ത്ര്യാനന്തരം തുടർന്നുള്ള ഏതാനും വർഷങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രം രൂപപ്പെടുന്ന സമയത്ത്, നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം രൂപപ്പെടുന്ന സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടി രാഷ്ട്രം രൂപപ്പെടുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധികളാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്, അതിനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ പുസ്തകമായ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പുസ്തകത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള ചാപ്റ്ററാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ചാപ്റ്റർ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികളാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് 3 challenges, 3 വെല്ലുവിളികൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. രാഷ്ട്രം രൂപപ്പെടുന്ന സമയത്ത് 47 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ 3 ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത് രാഷ്ട്ര നിർമ്മാണം, നേഷൻ ബിൽഡിംഗ്. രണ്ടാമത്തത്
ജനാധിപത്യ സ്ഥാപനം, എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഡെമോക്രസി. മൂന്നാമത്തത് സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ, ടു എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻ്റയർ സൊസൈറ്റി. ഇങ്ങനെ 3 വെല്ലുവിളികളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം പരാമർശിക്കുന്നത്. രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യ സ്ഥാപനം, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 3 വെല്ലുവിളികളെയും കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നത് 3 പാഠഭാഗങ്ങളിലൂടെയാണ്, 3 ചാപ്റ്ററുകളിലൂടെയാണ്. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 1ാമത്തെ ചാപ്റ്ററിനകത്ത് ഇതിലെ ആദ്യത്തെ വെല്ലുവിളിയായ രാഷ്ട്ര നിർമ്മാണമാണ്. അതായത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതിസന്ധികളാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് വിശദമാക്കുന്നത്. 2ാമത്തെ വെല്ലുവിളി ജനാധിപത്യ സ്ഥാപനം, എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഡെമോക്രസി എന്നുള്ള ചാപ്റ്ററാണ്. അത് 2ാമത്തെ ആ വെല്ലുവിളി 2ാമത്തെ ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനാധിപത്യ സ്ഥാപനം എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 2ാമത്തെ ചാപ്റ്ററിനകത്താണ് പരാമർശിക്കുന്നത്. 3ാമത്തെ വെല്ലുവിളി സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ളത് 3ാമത്തെ ചാപ്റ്ററിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിലുള്ള ചാപ്റ്ററുകളെ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ, അതാണ് നമ്മളിവിടെ പരാമർശിച്ച 1ാമത്തെ വെല്ലുവിളി. ആ ചാപ്റ്ററിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. 2ാമത്തെ വെല്ലുവിളി ഏകകക്ഷി മേധാവിത്വ ഘട്ടം എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററിനകത്താണ്. അതായത് ജനാധിപത്യ സ്ഥാപനം, നമ്മുടെ രാഷ്ട്രം ഒരു ജനാധിപത്യ പാതയിലേക്ക്, ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ വിജയകരമായി ജനാധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്, ഇത്തരം കാര്യങ്ങളാണ് 2ാമത്തെ ചാപ്റ്ററിനകത്ത് ഏകകക്ഷി മേധാവിത്വ ഘട്ടം എന്നുള്ള ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 3ാമത്തെ ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന പാഠഭാഗത്താണ് സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ള 3ാമത്തെ വെല്ലുവിളിയെക്കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ സാമ്പത്തികവും വികസനവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള പാഠഭാഗത്ത്. അത് അങ്ങനെ 3 വെല്ലുവിളികൾ ആദ്യത്തെ 3 ചാപ്റ്ററുകളിലൂടെയാണ് വിശദമാക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം. ഇത്തരത്തിലുള്ളൊരു വിവരണമാണ് നൽകുന്നത്. വളരെ ചുരുക്കി ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് 1ാമത്തെ ചാപ്റ്റർ ആദ്യത്തെ വെല്ലുവിളിയായ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് പാർട്ടീഷൻ, വിഭജനമാണ്. ഇന്ത്യ വിഭജനമാണ് നമുക്ക് ഒരു രാഷ്ട്രം രൂപപ്പെടുന്ന അതിൻ്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്ര നിർമ്മാണം എന്നുള്ള നേഷൻ ബിൽഡിംഗ് എന്നുള്ളിടത്ത് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള 1ാമത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പാർട്ടീഷനാണ്. 2ാമത്തെ വെല്ലുവിളിയായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതാണ് 2ാമത്തെ പ്രതിസന്ധിയായിട്ട്, നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിലെ 2ാമത്തെ പ്രതിസന്ധിയായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ചർച്ച ചെയ്യാനുള്ളത്. 3ാമത്തേത് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് രാഷ്ട്രം രൂപപ്പെടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. വിഭജനം, 2ാമത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, 3ാമത്തത്
സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സങ്കീർണമായ പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിഭജനവും വിഭജനാനന്തരം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളും. ഈ ഭാഗം നമുക്ക് ക്ലാസ് 2 വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം.